T20 ലോകകപ്പിൽ മൂന്നാം കിരീടം ലക്ഷ്യമിട്ട് ഇന്ത്യ ഇന്ന് ന്യൂസിലൻഡിനെ നേരിടും. അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7 മണിക്കാണ് മത്സരം. നിർണായക മത്സരങ്ങളിൽ ഫോമിലെത്തിയ മലയാളി താരം സഞ്ജു സാംസണിലാണ് ഇന്ത്യൻ ആരാധകരുടെ പ്രതീക്ഷ അത്രയും. സെമിഫൈനലിൽ ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ച അതേ പ്ലേയിങ് 11 തന്നെയായിരിക്കും കലാശപ്പോരിനും ഇറങ്ങുക. അഹമ്മദാബാദിൽ നിന്ന് മഹേഷ് പോലൂർ ചേരുന്നു. മഹേഷ്, എന്താണ് വിശദാംശം? നിഷാദ്, ഫൈനലിന്റെ ആവേശത്തിലാണ് അഹമ്മദാബാദ് ആകെയുള്ളത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് സ്റ്റേഡിയത്തിന്റെ പ്രധാന കവാടത്തിലാണ്, പ്രധാന ഗേറ്റിലാണ്, 1-ാം നമ്പർ ഗേറ്റിലാണ്. അപ്പോൾ ഇവിടെ ഇന്ന് രാവിലെ മുതൽ ആളുകൾ ഇങ്ങനെ തടിച്ചുകൂടി നിൽക്കുകയാണ്. ഞങ്ങൾ നിൽക്കുന്ന ഇതിനപ്പുറത്ത് റോഡ് ഇന്ന് രാവിലെ തന്നെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇങ്ങോട്ടേക്ക് ആളുകൾ എത്തുന്നത് ഒരു നിയന്ത്രണം ഏർപ്പെടുത്തി കൃത്യമായ ആളുകൾക്ക് വന്ന് അകത്തേക്ക് കയറാനുള്ള പ്രവേശിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും പുറത്തെങ്ങനെയാണ് കാഴ്ചയെങ്കിൽ അകത്ത് ഇന്ന് തീപ്പാറും പോരാട്ടത്തിനാണ് നമ്മൾ കാത്തിരിക്കുന്നത്. ടീം ഇന്ത്യ ഇന്ന് വലിയ മാറ്റങ്ങൾ ഉണ്ടാകില്ല ടീമിൽ എന്നുള്ളതാണ്. കഴിഞ്ഞ മത്സരത്തിലെ അതേ പ്ലേയിങ് 11 നിലനിർത്തിയാകും ഒരുപക്ഷെ ടീം ഇന്ത്യ ഇറങ്ങുക. മാറ്റം ഉണ്ടെങ്കിൽ തന്നെ അതൊരു പക്ഷേ സർപ്രൈസ് ആയിരിക്കും എന്ന് നമ്മൾ പറയേണ്ടി വരും. കാരണം ഇന്നലെ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളനത്തിൽ നമ്മൾ മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തോട് ചോദിച്ചിരുന്നു. വരുൺ ചക്രവർത്തി കഴിഞ്ഞ മത്സരങ്ങളിൽ നിറം മങ്ങിയ പ്രകടനം പുറത്തെടുത്ത താരമാണ്, ബൗളറാണ്. അദ്ദേഹത്തിന് പകരം കുൽദീപ് യാദവിനെ കൊണ്ടുവരുമോ എന്നുള്ള ഒരു സംശയം സ്വാഭാവികമായി ഉണ്ടായിരുന്നു. വരുണിനെ മാറ്റുമോ എന്നുള്ള ചോദ്യത്തിന് വരുൺ ലോകത്തിലെ 1-ാം നമ്പർ ബൗളറാണ്, അങ്ങനെ ഒരു ചിന്തയേ ഇല്ല എന്നാണ് സൂര്യകുമാർ പറഞ്ഞത്. പക്ഷേ ഇന്നലെ പ്രാക്ടീസ് ചെയ്യുന്ന പരിശീലനം നടത്തുന്ന സമയത്ത് നമ്മൾ അകത്തുണ്ടായിരുന്നു ഇന്ത്യൻ ടീമിന്റെ മുഹമ്മദ് സിറാജ് കുറെ അധികം നേരം അവിടെ നെറ്റ്സിൽ ഉണ്ടായിരുന്നു. അദ്ദേഹം ബാറ്റാണ് ചെയ്തത്. പക്ഷേ അങ്ങനെ ഒരു മാറ്റം ഉണ്ടെങ്കിൽ അത് സർപ്രൈസ് ആയിരിക്കും. ഇല്ലെങ്കിൽ ഒരു പക്ഷേ വിന്നിംഗ് കോമ്പിനേഷൻ എന്നുള്ള നിലയ്ക്ക് അതേ ടീമിനെ തന്നെ നിലനിർത്താനാണ് നമ്മൾ സാധ്യത കാണുന്നത്. തിരികെ ന്യൂസിലൻഡിലേക്ക് വന്നാൽ അവരും വലിയ ആത്മവിശ്വാസത്തിലാണുള്ളത്. അവർക്ക് അറിയാം ന്യൂസിലൻഡിന്റെ ഒരു ചരിത്രം എന്ന് പറയുന്നത് എപ്പോഴും ഒരു നിർഭാഗ്യം 12ാമനായി ഒപ്പമുള്ളൊരു ടീമാണ്. പ്രധാന മത്സരങ്ങളിൽ പ്രത്യേകിച്ച് ലോക കിരീടം നേടാൻ ഇതുവരെ ന്യൂസിലൻഡിന് സാധിച്ചിട്ടില്ല. നിർണായക മത്സരങ്ങളിൽ, ഫൈനലുകളിൽ, സെമി ഫൈനലിലൊക്കെ കാലിടറി കിവികൾ വീഴാറുണ്ട്. അപ്പോൾ അത് ആവർത്തിക്കുമോ എന്നുള്ളതാണ്. എന്തായാലും ഇന്നലെ ക്യാപ്റ്റൻ മിച്ചൽ സാന്നർ അദ്ദേഹം വളരെ കോൺഫിഡന്റോട് കൂടി അദ്ദേഹം പറയുന്നുണ്ട്, ഈ കപ്പ് ഞങ്ങൾക്കുള്ളതാണ് എന്ന് പറയുന്നുണ്ട്. 1 ലക്ഷം കാണികളെ നിശബ്ദരാക്കിക്കൊണ്ട് ഞങ്ങൾ കപ്പെടുക്കുമെന്നാണ് അദ്ദേഹവും പറഞ്ഞത്. എന്തായാലും വലിയ ആത്മവിശ്വാസത്തിലാണ് രണ്ട് ടീമുകളും ഉള്ളത്. ന്യൂസിലാൻഡിൽ ഫിൻ ആലനെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു വെല്ലുവിളിയാണ്. അദ്ദേഹത്തെ സ്പിൻ ബൗളിങ്ങിലൂടെ അദ്ദേഹത്തെ കീഴടക്കുക എന്നുള്ളത് തന്നെയായിരിക്കും ഇന്ത്യയുടെ ഒരു ലക്ഷ്യം. എന്തായാലും ഒരു സന്തുലിതമായ ടീമാണ്. വലിയ റൺസ് നമ്മൾ നേടുന്നുണ്ട്. പക്ഷേ റൺസ് വിട്ടുകൊടുക്കുന്നതിൽ നമ്മളെ ബൗളർമാർ പിശുക്ക് കാണിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു വലിയ സങ്കടകരമായിട്ടുള്ള കാര്യം. അപ്പോൾ ഒരുപക്ഷെ ഫൈനലിലേക്ക് അതിലൊക്കെ മാറ്റം വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ടോപ്പ് ഓർഡറിൽ അഭിഷേക് ശർമ്മയും സഞ്ജു സാംസണും സ്വാഭാവികമായി ഇറങ്ങും. അഭിഷേക് ഈ ടൂർണമെന്റിൽ ഒരൊറ്റ അർദ്ധ സെഞ്ചുറി മാത്രമാണ് അഭിഷേകിനുള്ളത്. ഒരു പക്ഷേ ഫൈനലിന് വേണ്ടി അഭിഷേക് തന്റെ മികച്ച ഇന്നിംഗ്സ് മാറ്റിവെച്ചതാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. അഭിഷേക് സഞ്ജുവിനൊപ്പം മികച്ച രീതിയിൽ തുടങ്ങുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇഷാൻ കിഷനുണ്ട്, സൂര്യകുമാർ യാദവ്, തിലക് വർമ്മ, ശിവം ദൂബെ, ഹാർദിക് പാണ്ഡ്യ, അക്ഷർ പട്ടേൽ ഉൾപ്പെടെയുള്ള ഇന്ത്യയുടെ ബാറ്റിംഗ് നിര എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആണ്, വളരെ സ്ട്രെങ്ത് ഉള്ള ഒരു ബാറ്റിംഗ് നിരയാണ്. അതുകൊണ്ട് തന്നെ വലിയ കൂറ്റനടികൾ, ഒരുപക്ഷെ ടോസ് കിട്ടിയാൽ ഇവിടുത്തെ സ്വാഭാവികമായും ബാറ്റിംഗ് തെരഞ്ഞെടുക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ വലിയൊരു സ്കോർ, ഒരു 200+ എങ്കിലും സ്കോർ ചെയ്താലാകും ഇന്ത്യക്ക് ഈ വിക്കറ്റിൽ ന്യൂസിലൻഡിന് വലിയൊരു വെല്ലുവിളി ഉയർത്താൻ സാധിക്കുക. നേരെ മറിച്ച് ന്യൂസിലൻഡ് ആണെങ്കിൽ ഒരു 150-200 150 എന്നൊക്കെ പറയാവുന്ന രീതിയിൽ അവരെ എറിഞ്ഞിടുക, എന്നിട്ട് അതിവേഗം റൺസ് കണ്ടെത്തുക എന്നുള്ളതാണ്. സഞ്ജുവിലാണ് നമ്മുടെ പ്രതീക്ഷ അത്രയെന്ന് പറയാം. കാരണം കഴിഞ്ഞ മത്സരങ്ങളിൽ സെമി ഫൈനലും അതിന്റെ തൊട്ട് മുൻപ് നടന്ന വിൻഡീസിനെതിരായ മത്സരത്തിലും സഞ്ജു സാംസന്റെ നിർണായകമായ ഇന്നിംഗ്സ് ആണ്, സഞ്ജുവിന്റെ തിരിച്ചുവരവാണ് ടീം ഇന്ത്യയെ ഫൈനലിലേക്ക് എത്തിച്ചത്. സ്വാഭാവികമായും ഈ ഗ്രൗണ്ടിലാകെ, ഞങ്ങൾ ഈ നിൽക്കുന്ന ഈ അഹമ്മദാബാദിലാകെ ആളുകളുടെ സംസാരം സഞ്ജു സാംസനെ കുറിച്ചാണ്, സഞ്ജുവിന്റെ പെർഫോമൻസിനെ കുറിച്ചാണ്. സഞ്ജുവിന്റെ ബൗണ്ടറികളും സിക്സറുകളും അവർ കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. സഞ്ജുവിന് പക്ഷേ ഒരു സമ്മർദ്ദമില്ല. ഇന്നലെ സഞ്ജു നമ്മളുമായിട്ട് ഇന്നലെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ കേരളത്തിലുള്ള മാധ്യമപ്രവർത്തകരോട് സഞ്ജു കുറച്ചധികം നേരം ഒന്ന് സംസാരിച്ചിരുന്നു. വളരെ ആത്മവിശ്വാസത്തിലാണ് സഞ്ജു ഉള്ളത്. ഒരു ടെൻഷനും സഞ്ജുവിനില്ല. നമുക്ക് ടെൻഷൻ ഉണ്ടെങ്കിലും സഞ്ജുവിന് ഒരു ടെൻഷനും ഇല്ല എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. എന്നാൽ നിഷാദ്, ഫൈനലിന്റെ ഒരു അവസാന നിമിഷത്തിലേക്ക് നമ്മളിങ്ങനെ കടക്കുകയാണ്. നെഞ്ചിടിപ്പ് കൂടുന്നുണ്ട് അഹമ്മദാബാദിൽ നിൽക്കുമ്പോൾ. മഹേഷ് പോലൂരാണ് അഹമ്മദാബാദിൽ നിന്നുള്ള വിവരങ്ങൾ പങ്കുവെച്ചത്.